പത്രം ഓടി വേണ്ട, വേഗം പോയില്ലെങ്കിൽ പാലിട്ടില്ല. കുടുംബത്തിൽ കൂടുന്നുണ്ട് കൂട്ടിന്. ചൂടുവെള്ളം മുക്കാലും ചരിച്ചു കളഞ്ഞിട്ട് പച്ചവെള്ളം ചേർത്ത് വെച്ചിരിക്കുന്നു. കൊള്ള് ഞാനതറിയാതെ എടുത്ത് കുളിപ്പിക്കുകയും ചെയ്തു. ജലദോഷം വരുമോ എന്തോ ദൈവത്തിന് തന്നെ അറിയാം. ഡാഡി വലിയ ഡോക്ടറാണെന്നല്ലേ അവന്റെ വിചാരം. അലമാരിൽ ഇഷ്ടം പോലെ മരുന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അസുഖം വന്നാലെന്താ? ഇല്ലേ മോനെ? കൊള്ള് തലവിൽക്കുന്ന കണ്ടില്ലേ? കുട്ടൻ ഡ്രസ് ചെയ്ത് ആഹാരം കഴിച്ചോളൂ. വേഗം വേണം, ബസ് ഇപ്പൊ വരും. കള്ളം പറയല്ലേ അമ്മേ, ടൈം 7:30 അല്ലേ ഉള്ളൂ. 8:30ക്കല്ലേ ദീപുവിന്റെ ബസ് വരുന്നത്. പോ. കുട്ടപ്പനാരോ? എന്താ ഇത്? മംഗളം, ചെമ്പകം, സഖി, മാമാങ്കം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് നല്ല ചോദ്യം. കഴിഞ്ഞ ലക്കം വായിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ. മാനസേശ്വരി മാപ്പ് തരൂ, വല്ലാത്തൊരു ക്രിട്ടിക്കൽ പോയിന്റ് അവന്മാര് നിർത്തിക്കളഞ്ഞത്. അതുകൊണ്ട് കൈ കിട്ടണ ഞാനിങ്ങ് കൊണ്ടുവന്നു. വിഷമിക്കാനൊന്നുമില്ല. ദാസപ്പൻ എൽസമ്മയെ തന്നെ കെട്ടാൻ തീരുമാനിച്ചു. എഴുതി പിടിപ്പിക്കുന്നവർക്ക് റീഡേഴ്സിന്റെ ടെൻഷൻ ഒന്നും അറിയണ്ടല്ലോ. അത് നേരിട്ട് കാണുന്ന ഞങ്ങൾ പത്രക്കാരല്ലേ. ആ ലോയിങ്കം കോളനിയിലെ സരസ്വതി ചേച്ചി ആ നീണ്ട കഥ വായിച്ച പിന്നെ ഒരു വക കഴിച്ചിട്ടില്ല. ഇനി ഞാൻ ചെന്ന് ഈ ലക്കം കൊടുത്തിട്ട് വേണം നിരാഹാരം അവസാനിപ്പിക്കാൻ. നോവലിസ്റ്റുകളെ പോലെ ഇറസ്പോൺസിബിൾ ആകാൻ എനിക്ക് പറ്റില്ലല്ലോ. കാരണം ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട പത്രപ്രവർത്തകനായി പോയില്ലേ. എന്നാ കുട്ടപ്പൻ നേരത്തെ പെട്ടെന്ന് കൊണ്ടു കൊടുത്തിട്ട് വാ. സരസ് വെള്ളം ഇറക്കാണ്ട് ചായണ്ട. ഞങ്ങളിത് വായിച്ചതാ. വായിച്ചോ? എപ്പോ? വീക്കിലി ഇറങ്ങിയിട്ട് 3-4 ദിവസമായില്ലേ? അയ്യോ, ആര് പറഞ്ഞു ഈ ഫാൾസ് ഇൻഫർമേഷൻ? ഇതിനാണ് യെല്ലോ ജേർണലിസം എന്ന് പറയുന്നത്. ഇന്ന് വെളുപ്പിനത്തെ കോട്ടയം ഫാഷനിലെ കെട്ട് വന്നത്. എന്നിട്ടാണ് ചുരുണ്ടു മടങ്ങി കോലം കെട്ടിരിക്കുന്നത്? അത് പിന്നെ എല്ലാം ഒരുപോലെ ഇരിക്കോ? മനുഷ്യരിൽ തന്നെയല്ലേ ചൊവ്വും മാതിരി ഇല്ലാത്തത്? മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. വലിയ വാചകമൊന്നും വേണ്ട. മോളുടെ വീട്ടിൽ നിന്ന് മിനിഞ്ഞാന്ന് ഞങ്ങൾ വായിച്ചതാ. ഇത് തന്നെയല്ലേ അവിടെയും കൊടുത്തത്. കാശ് മുടക്കുന്നവർക്ക് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ പിന്നെന്തിനാ? വിശ്വാസവഞ്ചനുള്ള പെണ്ണും പിള്ള കാണിച്ചേ ഇവിടെ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാ അവിടെ കൊടുത്തത്. ഇറങ്ങി നമ്മ ഇടാങ്കി ഇട്ടാ മതി. ഇല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിൽ നിന്ന് മേടിച്ചോളാന്ന് പറഞ്ഞിട്ടാ അദ്ദേഹം പോയത്. അടുത്ത ഇഷ്യൂ മുതൽ മഷി ഉണങ്ങുന്നതിന് മുമ്പ് കോപ്പി കയ്യില്. അല്ല, അപ്പുറത്ത് ആള് താമസായെന്ന് തോന്നുന്നു. NSS കോളേജിൽ ലെക്ചറാ. ഇന്ന് പാലുകാച്ചാ. അപ്പൊ നിങ്ങളാരും പോയില്ലേ? ഓ, വിളിക്കാത്തടത്ത് എന്തിനാ പോകുന്നത്? ഈ കോളനിയിലുള്ള ആരെയും വിളിച്ചിട്ടില്ല. കുറെ വാദ്യന്മാര് വണ്ടിയിൽ വരുന്നത് കണ്ടു. ആട്ടെ, വായിക്കുന്നതിനാണോ? കോളേജ് അധ്യാപകനല്ലേ, വായിക്കുമായിരിക്കും. അതാണ് എനിക്ക് ഡൗട്ട്. പാഠപുസ്തകങ്ങൾ വായിക്കുന്നത് തന്നെ ഒരു വഴിപാടാ, പിന്നെ കാശ് മുടക്കി വായിക്കുന്നത്. ഇതുപോലെയുള്ള ശുഭകാര്യങ്ങൾക്ക് ഇത്തരക്കാരെ കൂട്ടരുത്. പ്രൊഫഷന്റെ ഡിഗ്നിറ്റി പോലും കീപ്പപ്പ് ചെയ്യാൻ അറിയാത്തവർക്കും. സത്യം പറഞ്ഞാൽ പ്രേമേന്ദ്ര സാറിനോട് ഞങ്ങൾക്ക് അസൂയ. സർവീസിൽ കയറിയിട്ട് 5 വർഷമല്ലേ വന്നുള്ളൂ. അതിനിടയിൽ നല്ല വീടൊന്ന് സ്വന്തമാക്കി. ഇക്കണക്കിന് UGC കിട്ടിയാ 2 തലമുറയുടെ ജീവിതം മിസ്റ്റർ പ്രേമൻ സുരക്ഷിതമാക്കും. പ്രേമ, ഇനിയെങ്കിലും ഒരു കുഞ്ഞിനെ പറ്റി ഒന്ന് ആലോചിച്ചൂടെ? അതോ ജനിക്കാൻ പോകുന്ന പ്രതിക്ക് കൂടെ വീട് പണിതിട്ടേ ഉള്ളോ അങ്ങനെ ഒരു ആലോചന? അങ്ങനെയൊന്നുമില്ല. അത്രയ്ക്ക് ദൂരക്കാഴ്ചയൊന്നും വേണ്ട. മിസ്സസിന് ഒരു അമ്മയാകാനുള്ള പ്രായമൊക്കെയായി. അതെ. അല്ല, ഈ കക്ഷി എന്താ ഇവിടെ? സുലോചനയുടെ ബ്രദറാ. ഓഹോ, ആ വിവരം സുധീന്ദ്ര ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്റെ അളിയനാണെന്ന് പറഞ്ഞ് കോളേജിൽ അധികം ഷൈൻ ചെയ്യേണ്ടെന്ന്. പക്ഷെ അത് പറയാതെ തന്നെ കക്ഷി നല്ല കലക്ക് കലക്കുന്നുണ്ട്. കുഴപ്പമില്ല ടീച്ചറെ, പ്രേമേന്ദ്രൻ സാറിന്റെ കസ്റ്റഡിയിലായതുകൊണ്ട് ഇനി അല്പം ഒതുക്കൊക്കെ വരും. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും പുലിവാല് പിടിക്കുമോ എന്റെ പറയൂ സാറേ. അമ്മേ, ബസ് ഇപ്പൊ വരുമോ? അടങ്ങട, ഇപ്പൊ വരും. ഭയങ്കര സ്പീഡാണല്ലോ പുള്ളി. ബാങ്കിലേക്കാണോ? ബാങ്കിലേക്കല്ല, പിന്നെ ബാംഗ്ലൂരിലേക്കാണോ ഞാൻ എന്ന് പോകുന്നത്? ഈ കോലത്തിലാണോ പോണെന്നാ ചോദിച്ചത്. ഈ കോലത്തിന് എന്താ കുഴപ്പം? കണ്ണാടിയിലോട്ട് നോക്ക്. നീ കണ്ണാടി നോക്കിയില്ലെന്ന് വേണ്ട. ഞാനൊന്നും കാണുന്നില്ല. കാഴ്ച മങ്ങി തുടങ്ങിയോ? തല ചമ്പിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഓ, ആ
ആഴ്ച ഒരിക്കലെങ്കിലും മറക്കാണ്ട് ഡൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ കേക്കില്ല. ഡൈ ചെയ്ത പ്രായം കുറയോ? അങ്ങനെ ദിവസവും ചെയ്തേക്കാം. പ്രായം കുറയെന്ന് കരുതിയിട്ടൊന്നുമല്ല. പിന്നെ? കുട്ടികൾ ആറിലും കണ്ടുള്ള പഠിക്കുന്നേ. വെള്ളി കിട്ടിയ മുടിയുമായി നടന്ന അതിന്റെ കുറച്ചിൽ അവർക്കാ. സത്യം പറകോമോ, ശാലുവിന്റെ മാലുവിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാണോ നീ എന്നെ ചെറുപ്പക്കാരനാക്കാൻ ശ്രമിക്കുന്നത്? പിന്നല്ലാണ്ട്. എന്റെ മുടി നരച്ചിരുന്നാൽ നിനക്കും അതിനോടടുപ്പിച്ച് പ്രായം കാണുന്ന ആൾക്കാർ ധരിക്കും അതിന് ഞാൻ പെയിന്റ് മുങ്ങണമല്ലേ. ഓ, പെൺബുദ്ധി അപാരം. ആ, അതിന് നിങ്ങൾ വിഷമിക്കണ്ട. ഏത് കണ്ണുപൊട്ടനും അറിയാം നമ്മൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന്. ഡെപ്പോസിറ്റ് മൊബൈലൈസേഷൻ വന്നാ തലയും കറപ്പിച്ചോണ്ടിരുന്ന ആൾക്കാർ വേറെ ബ്രാഞ്ചിൽ കൊണ്ട് കാശിടും. വർത്താനം കേട്ടാത്തൊന്നും ഡെപ്പോസിറ്റ് കിട്ടിയില്ല, ജോലി പോകുന്നു. ബ്ലേഡ് കമ്പനി ഒന്നും അല്ലല്ലോ, നാഷണലിസ്റ്റ് ബാങ്ക് അല്ലേ. പെൺബുദ്ധി മന്ദബുദ്ധി. വികാസത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന പഴമയും മനുഷ്യനന്മയെ മാത്രം ലാക്കാക്കിയുള്ള പുതുമയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ കഥയിലെ കാതലായ പ്രശ്നം. കുഞ്ഞുപാത്തുമയിൽ പരിവർത്തനങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് അവൾക്ക് തന്നെ നിശ്ചയമില്ല. അവൾ വളരെ നേരം വെറുതെ ലോകത്ത് നോക്കിയിരിക്കും. ആരോടും ഒന്നും ഉരിയാടാറില്ല. ചിലപ്പോ ചിരിക്കും. രാത്രിയിൽ തലയണയിൽ പതുക്കുന്നുള്ളി നൊന്തോ എന്ന് ചോദിക്കും. പാത്തുമ്മയോട് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഉമ്മയും ബാപ്പയും ചോദിക്കുമ്പോ അവൾക്കൊന്നും ഒളിച്ചു വെക്കാൻ കഴിയുന്നില്ല. പക്ഷേ എന്റെ കരളിലൊരു വേദന എന്ന് മാത്രം അവൾക്ക് പറയാൻ കഴിയുന്നുള്ളൂ. എന്താ താമസിച്ച്? ബസ് ലേറ്റായി. കൺസെഷൻ റിന്യൂ ചെയ്യണമായിരുന്നു. മമ്മിക്ക് സുഖമില്ല. ഇതിൽ ഏത് എക്സ്ക്യൂസ് ആണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരെയൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കൊന്നു കഴിഞ്ഞല്ലേ. ഇന്നിനി അത് പറയാൻ പറ്റത്തില്ലോ. എന്താ എന്താ ഉണ്ടായെന്ന് പറയൂ. സാറ് വിശ്വസിക്കുമെന്ന് അറിയില്ല. കഴിഞ്ഞ മാസം മരിച്ചുപോയ അപ്പൂപ്പൻ ഉയർത്തണീറ്റോ? അല്ല, ഇന്നലെ പിന്നെയും മരിച്ചു. നിങ്ങൾ കേട്ടോളൂ. കുട്ടിയോടെ വന്നേ. ഇന്നലെ പിന്നെയും മരിച്ചുപോയ തന്റെ അപ്പൂപ്പന്റെ പിണ്ടാടിയന്ത്രം കൂടി കഴിഞ്ഞിട്ട് താനി എന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. പുറത്തു പോ. ഇത് ഇവിടെ ഇടാം, എന്നാലേ വിസിറ്റേഴ്സ് ടി വി കാണാൻ ഒക്കൂ. ഓ, അതിനിവിടെ ആര് വരാനാ? പ്രേമേന്ദ്രന്റെ പ്രകൃതത്തിന് ആരെങ്കിലും കേറുവോ? പുതിയ താമസക്കാരെ പരിചയപ്പെടാനെങ്കിലും അയലത്തുകാര് വരും. വീട് നേരെ ചൊവ്വ ഇട്ടില്ലേ വരുന്നവര് വിചാരിക്കും ഞാനും പ്രേമേട്ടനെ പോലെ ഏതോ പട്ടിക്കാട്ടി കിടന്നതാന്ന്. അമ്മേ, ഇതൊന്ന് പിടിച്ചേ. എവിടെങ്കിലും ഒന്ന് ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ എനിക്ക് നടക്കാനൊക്കത്തില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ സുലോചനെ? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ പിടുത്തവാ. ഇനി നീ തന്നെ അങ്ങ് പിടിച്ചാ മതി. ഞാൻ പിടിച്ചു വലിച്ചിട്ട് മൊസൈക്കിലെങ്ങാനും പാട് വീണ പിന്നെ അത് മതി. കടയിടവും വാങ്ങിച്ചു വെച്ചതല്ലേ, അവന് ദണ്ണം കാണും. സഹായിച്ചില്ലെന്നതോ പോട്ടെ, വീട് പണിയാണെന്ന് അറിയിച്ചിട്ടേ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അതിനോട് ആരിയ്ക്കുന്നു വരാൻ? അച്ഛനൊരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് അറിയാലോ. പിന്നെ സഹായത്തിന് സുധി നിൽക്കുമായിരുന്നല്ലോ. അവനെ നിർത്താത്തതിന് ഞാനെന്ത് ചെയ്യാൻ? ട്യൂഷൻ പഠിക്കാൻ വരുന്ന പെമ്പിള്ളാർക്ക് എഴുത്തു കൊടുത്തുള്ള സഹായമല്ലേ, അതില്ലാതിരിക്കാ ഭേദം. കുട്ടികളായ ചില്ലറ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചെന്നിരിക്കും. നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുന്നതാ കുഴപ്പം. അതിന് പെൺകുട്ടികളുടെ തന്തമാരോട് അങ്ങനെ വിചാരിക്കണ്ടേ? പറയുന്നോണ്ട് സുലോചനയ്ക്കൊന്നും തോന്നണ്ട. നിന്റെ ആങ്ങളയ്ക്ക് ഒരു എല്ല് കൂടുതൽ തന്നെയാ. ഉച്ചക്കെങ്കിലും ലീവ് എടുത്തോണ്ട് വരുമെന്ന് കരുതി. ഫർണിച്ചറൊക്കെ അവിടെ അവിടെ കിടക്കുന്ന കണ്ടിട്ടല്ലേ പ്രേമേട്ടൻ പോയത്. അതുകൊള്ളാം. മേശയും കസേരയും പിടിച്ചിടാൻ വേണ്ടി എടുക്കാനുള്ള ലീവല്ല ക്യാഷ് ലീവ്. ആർക്കാ എപ്പോഴും എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അമ്മയ്ക്കാണെങ്കിൽ പ്രായമായിരിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നീ ലീവ് എടുക്കേണ്ടി വരില്ല. ഞാൻ ഉടനെ ഒന്നും ചാവത്തില്ലടാ മോനെ. അല്ല, അത് ഞാൻ വേണ്ട 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 വേണ്ട. അല്ല, പാല് കാച്ചിനോ ആരെയും വിളിച്ചില്ല. അയൽവക്കത്തുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയെങ്കിലും വേണ്ടടാ പ്രേമ. അതിന് പ്രേമേട്ടൻ സാമൂഹ്യ ജീവി അല്ലല്ലോ അമ്മേ. പിന്നെ ഇന്ന് കാലത്ത് ഇങ്ങോട്ട് ഒന്ന് കയറിയതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് അമ്മയ്ക്കും വരുമ്പോ ശ്വാസം മുട്ടി തുടങ്ങിയോ? എന്തിനാ പരിചയപ്പെടുന്നെന്ന്? തേങ്ങാമുറിക്കും തീപ്പെട്ടിക്കുള്ളിക്കും വേണ്ടി അയലോകത്തേക്ക് ഓടാനേ ഇത് നാട്ടുമ്പുറമൊന്നുമല്ല, VIP കോളനിയാ. അപ്പൊ അതിന്റേതായിട്ടുള്ള പൊങ്ങച്ചവും പത്രാസൊക്കെ കാണും. ആരുമായിട്ട് അത്ര അടുപ്പൊന്നും വേണ്ട. നമ്മളായി നമ്മുടെ പാടായി. അങ്ങനെ കഴിഞ്ഞാ മതി. മാർച്ച്, ഏപ്രിൽ. ഉറക്കായോ? ഉറങ്ങാനോ? നമ്മൾ
നമ്മുടെ സ്വന്തം വീട്ടിൽ ആദ്യ രാത്രി ഇല്ലെന്ന് അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? അയ്യടാ, ഇപ്പൊ എന്തൊരു മയം. മനുഷ്യരെ പോലെ സംസാരിക്കണമെങ്കിൽ നേരെ ഇരുട്ടണം അല്ലേ? നീ പറയുന്നത് കേട്ടാത്തൊന്നും പകല് മുഴുവൻ ഞാനെന്ത് മൃഗമാണെന്ന്. വേറെ മൃഗമല്ല, കാണ്ടാമൃഗം. ആളുകളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരം ഉണ്ടല്ലോ, ഭയങ്കര ചീപ്പാ. ഞാനെപ്പോഴും അങ്ങനെ സംസാരിച്ച്? ഇന്ന് രാവിലെ പിന്നെ ഇവിടെ എന്തായിരുന്നു? അവരുടെ മുമ്പിൽ വെച്ച് എന്നെ സുധിയും കൊച്ചാക്കിയില്ലേ? നിനക്ക് ഫീൽ ചെയ്തോ? അവൻ എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാവട്ടെ എന്ന് വിചാരിച്ചല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? ആദ്യം വാദ്യന്മാര് നന്നാവട്ടെ, പിന്നീട് സ്റ്റുഡൻസിനെ നന്നാക്കാം. ഈ ചെവിക്ക് പിടുത്തവും വാദ്യന്മാരുടെ ഒരു ദുസ്വഭാവ. കൂട്ടത്തി ഭേദം ആ സൈക്കോളജി പ്രൊഫസറാ. എന്താ അയാളുടെ പേര്? ഡേവിഡ് ഗോമസ്. ഗോമസ് സാർ പറഞ്ഞത് പ്രേമേട്ട് ശ്രദ്ധിച്ചോ? എന്താ പറഞ്ഞത്? സ്വന്തം വീടൊക്കെ ആയില്ലേ, ഇനിയൊരു കുഞ്ഞാകാമെന്ന്. നമ്മുടെ കുഞ്ഞ് വാടക വീട്ടിൽ ജനിക്കരുന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നത് മാസാമാസം വാടകപ്പണം വാങ്ങാൻ വരുന്ന ചാക്കോ മുതലാളിയാ. ശമ്പളത്തിൽ നിന്ന് വാടക നീക്കിയിട്ട് ബാക്കി കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ അസ്വസ്ഥനാകുന്ന അച്ഛന്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. ഞാനറിഞ്ഞ വേദനകളൊന്നും എന്റെ കുഞ്ഞനുഭവിക്കരുത്. സായിപ്പ് പോയില്ലേ? നേരെ ഇരുത്തിയില്ലേ? ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുന്ന എങ്ങനെയാ? നാളെ പോയാ മതിയെന്ന് ഞാനാ പറഞ്ഞേ. ഓ, ഈ കോലാഹലം കേട്ടിട്ട് എങ്ങനെ ഉറങ്ങുന്നു? നല്ല ക്ഷീണമുണ്ട്. ഒന്ന് പതുക്കെ വെച്ചൂടെ നിനക്ക്? വെസ്റ്റേൺ മ്യൂസിക് കേട്ടാ മലയാളം വാദ്യാർക്ക് പനി വരുമെന്ന് അറിയില്ലേ? വെറുതെ എന്തിനാ നീ ചേട്ടന്റെ കാഷ്വൽ ലീവ് കളയിക്കുന്നത്? അവൻ രാവിലെ തന്നെ പോവില്ലല്ലേ? അവൻ ഇവിടെ നിന്നാൽ എന്താ? തടി കേടാവും. ശാന്തിനഗറിലെ പെമ്പിള്ളേർക്ക് കത്ത് കൊടുക്കാനേ ഇവിടെ പോസ്റ്റ്മാനുണ്ട്. ഒരിക്കലൊരു കയ്യബദ്ധം പറ്റിയെന്ന് വെച്ചിട്ട് എപ്പോഴും അത് പറഞ്ഞ് അവനെ ആക്ഷേപിക്കുന്നത് എന്തിനാ? എന്തിനാന്നോ? എന്റെ സ്റ്റുഡൻസിന്റെ പേരൻസിന്റെ മുമ്പിൽ ചമ്മിയത് ഞാനാ. അവൻ ഇനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ മലയാളത്തിന് ആരാ ട്യൂഷന് വരിക? നിന്റെ ഈ മലയാളത്തെ കുത്തിയുള്ള വർത്താനമുണ്ടല്ലോ, കുറെ നാളായി ഞാനത് കേൾക്കുന്നു. മറ്റു ഭാഷകളെ പോലെ തന്നെ മഹത്വമുള്ള ഭാഷ തന്നെയാ മലയാളവും. മലയാളം മോശമാണെന്ന് ഞാൻ പറഞ്ഞോ? വേറെ ഒന്നിനും അഡ്മിഷൻ കിട്ടാത്തവർക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉള്ളത് നല്ലതാ. പറയുന്ന ആൾ ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് കളക്ടർ ഉദ്യോഗം വഹിക്കുകയാണല്ലോ. ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ? ധൈര്യമായിട്ട് പറയാലോ, BA ലിറ്ററേച്ചറിൽ ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. നമുക്ക് ഉറങ്ങാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എൽസയുടെ ഡാഡി ഉണ്ടോ അവിടെ? ഇല്ല, ടൂറില്ല. ആ, വന്നാ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. ആ, പറയാം. സൈക്കിൾ മേടിച്ചു തരാന്ന് പറഞ്ഞോ? ഒരു വിധത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ഏതാ നല്ലത്? അറ്റ്ലി സൈക്കിളാ നല്ലത്. നീയും അത് മേടിച്ചാ മതി. വേഗം മേടിച്ചു തരാൻ പറയടി. കാലത്തൊന്നിച്ച് കറങ്ങാലോ. പോട്ടെ. സുലോചനെ, സുലോചനെ, വരുന്നു. എന്താ? നീ ആരോടെങ്കിലും പത്രം ഇടാൻ പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ ആരാ അതിൽ അവിടെ കൊണ്ടിട്ട്? ഞാനാട്ടെ. സാർ എണീറ്റോ? അതിന് ഞാൻ കിടപ്പിലല്ലായിരുന്നല്ലോ. അല്ല, ഉറക്കത്തിൽ എണീറ്റോന്ന് ചോദിച്ചേ. എണീക്കാതെ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമോ? താനാണോ അതെല്ലാം കൂടി ഇവിടെ കൊണ്ടിട്ട്? അത് ഏത് ബ്രാൻഡാണെന്ന് അറിയാൻ വയ്യാത്തോണ്ട് എല്ലാ പേപ്പേഴ്സും കിടക്കട്ടെ എന്ന് കരുതി. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാലോ. ആരോട് ചോദിച്ചിട്ട്? എക്സ്ക്യൂസ് മീ, ആരോടും ചോദിച്ചിട്ടല്ല. ഇന്നലെ ഇവിടെ ആളും ബഹളമൊക്കെ ആയതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. സാറിന് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ? ഇതിനിപ്പോ എത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? എന്റെ ഒപ്പീനിയൻ പറഞ്ഞ ഇംഗ്ലീഷ് പത്രം വാങ്ങുന്നതാണ് നല്ലത്. മലയാള പത്രം എന്തിനു കൊള്ളാം? 2 കിലോ പഞ്ചസാര തികച്ചു പൊരിയാൻ കൊള്ളൂല. ഇംഗ്ലീഷ് ആവുമ്പോ 5 കിലോ അരി സുഖമായിട്ട് പൊരിയാ. ഇനി പൊരിയണ്ടെന്നാണെങ്കിൽ തൂക്കി വിറ്റാലും കാശ് കൂടുതൽ കിട്ടും. ഇവിടെ മലയാള പത്രം മതി. ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ മലയാളം നല്ലേ. അല്ല, മന്ത്ലി വീക്കിലിസ്റ്റ് ഒന്നും വേണ്ടേ? വേണം.
വനിത, നാന, ചിത്രഭൂമി, വെള്ളി നക്ഷത്രം, മഹിളാരത്നം, ഗൃഹലക്ഷ്മി. താങ്ക് യു. നീ എന്താ പെട്ടിക്കട തുടങ്ങാൻ പോണോ? സാർ ഇടയ്ക്ക് കയറിയ ഫ്ലോ നഷ്ടപ്പെടുത്താതെ പ്ലീസ്. ചേച്ചി പറഞ്ഞോളൂ. ഇപ്പൊ ഇത്രയും മതി. വീട്ടിൽ ഒരിക്കൽ സെർവന്നെ വല്ലതും വേണോ? ആ പണി ഉണ്ടോ എനിക്ക്? അത് മാത്രല്ല, വീട് വിൽക്കണം. ഉടനെ വേണ്ട, ലോൺ അടച്ചു തീർന്നിട്ടില്ല. ഞാൻ ഫ്രാങ്കാ. മുടക്ക് മുതൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഡിസ്പോസ് ചെയ്താലെന്താ? പരിചയക്കാർക്ക് ആർക്കെങ്കിലും വീടോ സ്ഥലമോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ആ, നിലം തുടയ്ക്കാനും തുണി നനയ്ക്കാനും ഒരു ജോലിക്കാരിയെ കിട്ടിയാ കൊള്ളായിരുന്നു. ഐ വിൽ മാനേജ് ഇറ്റ്. ഗുഡ് മോർണിംഗ്. ഞാൻ ശിവൻപിള്ള, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജരാ. നമസ്കാരം. NSS കോളേജിലെ ലെക്ചറാണെന്ന് കേട്ടു. എന്റെ അനുജന്റെ മകള് സാറിന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പേരെന്താ? സതി. ഓ, അറിയാം. എന്റെ കൂടെ താമസം. എങ്ങനെയുണ്ട് പഠിക്കാൻ? കുഴപ്പമില്ല, പക്ഷേ ഫ്രണ്ട്സ് കുഴപ്പാ. ഈ കോളനിയിലെ ഫാമിലീസിലെ കുട്ടികളാ. കുറുമ്പ് കുറച്ച് കൂടുവന്നേ ഉള്ളൂ, കുഴപ്പക്കാരികളല്ല. എല്ലാരും എന്റെ ബാങ്കിലെ ഡിപ്പോസിറ്റേഴ്സാ. ആ, ചോദിക്കാൻ പറഞ്ഞു, എവിടെയാ അക്കൗണ്ട്? കാനറ ബാങ്കില്. താമസം ഇവിടെ സ്ഥിതിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സൗകര്യം. സാറിന്റെ മിസ്സസിന്റെ പേര് ഓരോ അക്കൗണ്ട് കുറഞ്ഞാം. ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. ആലോചിക്കാം. ആലോചിച്ച പോലെ തുടങ്ങണം. ഇതാ എന്റെ വീട്. ഫാമിലി ആയിട്ടൊരു ദിവസം അങ്ങോട്ടൊക്കെ വാ. എന്റെ മിസ്സസ് കമ്പനി വിടാൻ ഭയങ്കര വിളിക്കുക. വരട്ടെ. ഭയങ്കര ബോറായി പോയി. എനിക്കും തോന്നി, ആദ്യമായിട്ട് കാണുക. അപ്പൊ തന്നെ ഒരു ക്യാൻവാസിങ്. അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങേരെ വഴി നിർത്തിയത് ശരിയായില്ല. അകത്തോട്ട് കയറിയിരിക്കുന്ന പറയാനുള്ള മര്യാദ പോലും പ്രേമേട്ടൻ കാണിച്ചില്ലല്ലോ. പാലിനും മീനിനും പോകുന്നവരകത്ത് കയറ്റിയിരുത്തി സംഭാരം കൊടുത്ത് സൽക്കരിക്കാതെ എന്താ വഴിയമ്പല? കാണിച്ചത് മര്യാദകേടാ. എന്നിട്ടും വാചകം കേട്ടില്ലേ? ഏതായാലും അങ്ങേരെ ക്ഷണിച്ച സ്ഥിതിക്ക് വൈകിട്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോകാം അല്ലേ? അയലത്തുകാരുമായിട്ട് കൂടുതൽ അടുപ്പം വേണ്ടെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു, നീ മറന്നോ? ഏതായാലും അങ്ങേര് വന്ന് വിളിച്ച സ്ഥിതിക്ക് വൈകുന്നേരം നമുക്ക് അവിടെ വരെ ഒന്ന് പോണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. ചേച്ചി, ഞാൻ ഇറങ്ങുന്നു. ചേച്ചി, ഞാൻ ഇറങ്ങുന്നു. നീ എന്താ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങുകയാണോ ഇത്ര വിളിച്ചു പോവാൻ? എന്താ? ഒന്ന് മറിക്കേ. അവനിത്തിരി പൈസ കൊടുക്കണം. ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കണ്ട. ചേട്ടന്റെ ചെവിയിലെത്തിക്കാൻ 100 പേരുണ്ടാവും. ഇത്രേ ഉള്ളൂ? നിനക്കെന്താ എത്ര ചെലവ്? ആ, സമരാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കണ്ട, ഇങ്ങി പോരണം. അതിന് ദുശാസനം സമ്മതിക്കൂ? ചേട്ടൻ കേക്കണ്ട. തൽക്കാലം ഹോളിഡേസിൽ വന്ന് നിൽക്കേ. സ്ഥിരമായിട്ട് താമസിക്കുന്ന കാര്യം ഞാൻ സാവധാനം സമ്മതിപ്പിച്ചോളാം. പഠിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാ. ചേച്ചി എങ്ങനെങ്കിലും പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. എന്തോ? പിന്നെ നിന്റെ പഴയ സ്വഭാവം ഇവിടെ എടുക്കണ്ട. കൂടെ കൂടെ താമസം മാറാനായിട്ട് ഇത് വാടക വീടൊന്നുമല്ല. എന്നാ ചോറ്. കഴിച്ചു തുടങ്ങിയോ? സ്പെഷ്യൽ ക്ലാസ് ഉള്ള നേരത്തെ പോണം. അല്ലെങ്കിൽ എന്നാ നമ്മൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുള്ളത്? കള്ളം പറയരുത്. കഴിഞ്ഞ മാസം 17-ാം തീയതി അമ്മായിയുടെ മോളുടെ കല്യാണത്തിന് പോയപ്പോ നമ്മൾ ഒരുമിച്ചിരുന്നുണ്ടല്ലോ. ഒറ്റയ്ക്കിരുന്നുണ്ട് ശീലിച്ചവരോട് പറഞ്ഞിട്ടെന്താ കാര്യം? കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ പാത്രത്തിൽ ശകലം പോലും ബാക്കി വെക്കാതെ മുഴുവനും കഴിച്ച മഹാനല്ലേ. പെണ്ണ് കാണാൻ വന്നപ്പോ നിന്റെ വീട്ടുകാർ പറഞ്ഞില്ലല്ലോ പെണ്ണ് എച്ചിൽ നിന്ന് വളർന്നവളാണെന്ന്? നീ പോടാ. ഭർത്താവിന്റെ ഇച്ചിഷ്ടം കഴിക്കുന്നതേ ഭാര്യയുടെ അവകാശമാ. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛനും ബാക്കി വെച്ചിട്ടില്ല. ഒരാള് കഴിച്ചതിന്റെ ബാക്കി മറ്റൊരാള് കഴിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ പിച്ചക്കാരോ? അതുകൊണ്ടല്ലേ ആദ്യ രാത്രിയിൽ പാല് മുഴുവൻ ഞാൻ തന്നെ കുടിച്ചത്. കേമത്തം പറയണ്ട. എല്ലാം ഷെയർ ചെയ്യുന്നതാ മാരീഡ് ലൈഫ്. അതിന് സ്നേഹം വേണം. ഇവിടെ ഒരാൾക്ക് പേരിലേ ഉള്ളൂ. ആരാ ഈ പേരിട്ടത്? പ്രേമേന്ദ്രൻ. പ്രേമിക്കാൻ അറിയാത്തൊരു പ്രേമേന്ദ്രൻ. നല്ല സാമ്പാർ. അടുത്താള് വരട്ടെ. നല്ല പനിയുണ്ട്. ഞാൻ തരുന്ന മെഡിസിൻ ദിവസം 3 നേരം കഴിക്കണം. മോനെ, ദാ പാല്. എന്താ മോന്റെ പേര്? ദീപു. ദാ മോനെ.
ടോം ആൻഡ് ജെറി ഉണ്ടോ? ടോമും ജെറിയും പുറത്തു പോയിരിക്കാണല്ലോ. മിസ്റ്റർ അബു. യെസ്, ഐ ആം കമ്മിങ്. അവരാരാടാ കൊണ്ടുപോയത്? ആ പുന്നൂരാസാന്റെ വീട്ടിലെ തടിച്ച മേഡം. മിസ്സസ് പുന്നൂരാന്റെ വീട്ടിലാ. ഇന്ന് തന്നെ ഞാൻ അവരെ ഇവിടെ വിളിച്ചോണ്ട് നിർത്താം. ഒരു 7 മണിക്ക് വന്നാ ടോമിനെയും ജെറിയെയും കൂട്ടിക്കൊണ്ടുപോവാ അല്ലേ? വേറെ ഏത് കാസറ്റുണ്ട്? എങ്ങനെ ഉണ്ടാശാനെ? അയൽവാസി, ഒരു ദരിദ്രവാസി. TP ബാലഗോപാലൻ എം എ. അരപ്പട്ടേട്ടി ഗ്രാമത്തിൽ അവളല്പം വൈകിപ്പോയി. ആദ്യ രാത്രിക്ക് മുമ്പ് നക്ഷത്രങ്ങൾ മണിച്ചപ്പ് തുറന്നപ്പോ സൗന്ദര്യപ്പിണക്കം. ഇഷ്ടമാണ്, പക്ഷേ പോസ്റ്റ്മാനെ കാണാനില്ല. കണ്ടവരുണ്ടോ? അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. സുനിൽ വയസ്സ് 20. അതോ ലോകം? മുത്താരംകുന്ന് പീവോ. തമ്മിൽ ഒന്നും മിണ്ടാത്ത ഭാര്യ. വ്യാമോഹം. അച്ചുവേട്ടന്റെ വീട്. വിൽക്കാനുടെ സ്വപ്നങ്ങൾ. കാണാൻ മറയത്ത്. അവളുടെ രാവുകൾ. ഒടുവിൽ കിട്ടിയ വാർത്ത 6ാം വാർഡിൽ ആഭ്യന്തര കലകം. എല്ലാം ന്യൂ അറൈവൽസ് ആണ്. ജാക്കിച്ചന്റെ കാസറ്റ് ഉണ്ടോ? ജാക്കി അച്ചായം കരാട്ടെ കാണിച്ച് ടേപ്പ് എല്ലാം പൊട്ടിയിരിക്കുക. പുതിയതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. വരട്ടെ, തരാം. ഞങ്ങൾ 7 മണിക്ക് വരാം. ടോം ആൻഡ് ജെറി എടുത്തു വെച്ചേക്കണം. ഓക്കേ. ഇന്നിപ്പോ എത്ര മണിക്ക് അടയ്ക്കും? ഇന്നെന്താ പതിവില്ലാത്തൊരു ചോദ്യം? അതുപോലെ കൃത്യം 9 മണിക്ക്. ഒരു 200 രൂപയും തന്നെ എന്നെ വെച്ചിട്ട് നേരത്തെ വിട്ടേക്കണം. എന്നാത്തിനാ? പാൻറ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കണം. നിനക്ക് പാന്റ് തയ്ക്കുന്നതിന് എന്റെ കാശോ? വെറുതെ വേണ്ട, ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ശമ്പളത്തിൽ ഇരിക്കുന്ന പിടി എന്നെ അയ്യോ, പാന്റ് ഇട്ടാലും മതി. കസ്റ്റമേഴ്സ് വരുന്നു. കാസറ്റ് എടുക്കാൻ. റെസ്പെക്ട്. കം ഇൻ പ്ലീസ്. വരൂ. കാസറ്റുകളെല്ലാം നന്നായിട്ട് ഓടിയില്ലേ? ആ. ട്രബിളൊന്നും ഇല്ലല്ലോ? ഇല്ല. മാഡം, പഴയ സിനിമയുടെ പുതിയ കാസറ്റ് വന്നിട്ടുണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ? ഒരു ഡസൻ എടുക്കട്ടെ? ഒക്കെ തല്ലിപ്പൊളി പടങ്ങളായിരിക്കും. അയ്യോ അല്ല, എല്ലാം നല്ല സ്റ്റോറിയുള്ള കഥകളാ. എന്താണെന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കാം. സന്ധ്യ മയങ്ങും നേരം ആരോരും അറിയാതെ 2 പെൺകുട്ടികൾ നോക്കത്താ ദൂരത്തെ കണ്ണും നട്ട് ഒരു നോക്ക് കാണാൻ ഒന്നിങ്ങ് വന്നെങ്കിൽ ചക്കരയുമ്പ. എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞ് കള്ളൻ പവിത്താൻ. ചാണ്ടിക്കുഞ്ഞിന്റെ സ്റ്റെപ്പിനി ആള് മോശമല്ലല്ലോ. താങ്ക് യു ഫോർ ദ കംപ്ലൈന്റ്. ഇംഗ്ലീഷ് പറയരുത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് നീ. കള്ളം പവിത്രം എടുത്തോളൂ. ഞാനത് കണ്ടിട്ടില്ല. കള്ളം പവിത്രത ഞാൻ തരാം. പറയാ കാണാമറയത്ത് കള്ളിച്ചെല്ലാം. രാജീവ് സാറിന്റെ മാഡത്തിനൊന്നും വേണ്ടേ? ഇന്ന് വേണ്ട. ആ. ദീപുവിന്റെ ഡാഡി സ്ഥലത്തില്ല. ഓഹോ. അദ്ദേഹം വന്നിട്ട് എടുത്തോളാം. ഞാനും രാജീവ് സാറിനെ കാണാതിരിക്കുക. ഒരു ഫിലിം സ്റ്റാറിനെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് സാർ ഏറ്റിട്ടുണ്ട്. ഉറൂശി കിട്ടുമോ? എന്തിനാ? ന്യൂ ഇയർ പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട്. ഓഹോ. ഞാൻ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്ന അതിന്റെ ക്രെഡിറ്റ് ചാൻഡീസ് വീഡിയോസിനും കൂടി ഉണ്ടാകുമല്ലോ. ഞാൻ പറയാം. താങ്ക് യു. പോവാം.